പ്രവാസികൾക്കായി കേന്ദ്രത്തിലും കേരളത്തിലും പ്രത്യേകം പ്രവാസി വകുപ്പ് മന്ത്രാലയം ഉണ്ടാകണമെന്ന് ഗൾഫ് മലയാളി റിട്ടേൺഡ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പുതുതായി അധികാരം ഏൽക്കാൻ പോകുന്ന മന്ത്രിസഭ പ്രവാസികളുടെ കാര്യത്തിൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. പ്രവാസികൾക്കായി കേന്ദ്രത്തിലും കേരളത്തിലും പ്രത്യേകം പ്രവാസി വകുപ്പ് മന്ത്രാലയം ഉണ്ടാകണമെന്ന് ഗൾഫ് മലയാളി റിട്ടേൺസ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്രവാസത്വം തിരിച്ചു വന്ന് നാട്ടിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും പെൻഷൻ കൊടുക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടാക്കുകയും വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. 2009 55 വയസ്സ് വരെയുള്ളവർക്ക് ക്ഷേമനിധി ചേരാനുള്ള ഒരു യോഗം ഉണ്ടായിരുന്നു. കാസർഗോഡ് മുതൽ ഞങ്ങൾ ചെയ്ത സമരത്തിന്റെ ഫലമായിട്ടാണെന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പക്ഷെ ക്ഷേമത ഉണ്ടായി കഴിയുമ്പോൾ ഇതര രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രവാസി സംഘടന ഉണ്ടാക്കി. വൻപിച്ച 102 സീറ്റോടുകൂടി അധികാരത്തിൽ വരുന്ന നമ്മുടെ UDF ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, കേരളത്തിൽ പ്രവാസികാര്യ വകുപ്പിന് ഒരു മന്ത്രിയെ നൽകി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തണം. നമ്മുടെ എയർ സർവീസ് ലോകത്തിലില്ലാത്ത ചാർജാണ് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒക്കെ പോകുന്നവരിൽ നിന്ന് ഈടാക്കുന്നത്. അതൊരു കൃത്യതയില്ല. ഈ കാലാകാലങ്ങൾ അങ്ങ് വർദ്ധിപ്പിക്കുകയാണ്. അത് സാധാരണക്കാരായ പ്രവാസികളെ സംബന്ധിച്ച് വളരെ വിഷമമാണ്. അവരുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ, അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വരണമെങ്കിൽ നല്ലൊരു എമൗണ്ട് വേണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അതും ഒരു വിഷയമാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഈ ഭരണം വന്നു കഴിയുമ്പോൾ പ്രവാസികൾക്ക് ഒരു മന്ത്രി ഉണ്ടാകണം. അവരുടെ പ്രശ്നങ്ങൾ കാര്യമായി ചർച്ച ചെയ്യപ്പെടണം. ഇപ്പോൾ ബാബി സുജൻ പറഞ്ഞതുപോലെ 60 വയസ്സിൽ വരെ മാത്രമേ ഇപ്പോൾ ഇങ്ങനെ അപേക്ഷിക്കാൻ, പ്രവാസി പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കൂ. ഞങ്ങൾ സമരം ചെയ്ത് ഞങ്ങൾ നേടിയെടുത്ത ഇതിലുള്ള ആനുകൂല്യം പോലും ഞങ്ങൾക്ക് പോലും ലഭിക്കാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് പ്രായപരിധി ഇല്ലാതെ പ്രവാസി 70-75 വയസ്സുള്ള ആൾക്കാരുണ്ട്. മരുന്ന് മേടിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത വർഷങ്ങളോളം പ്രവാസി ജീവിതം അനുഭവിച്ച ആൾക്കാർ ഇന്ന് നാട്ടിലുണ്ട്. സംഘടന കേരളത്തിലുടനീളം നടത്തിയ നിരവധി സമരങ്ങളുടെ ഫലമായാണ് MM ഹസൻ മന്ത്രിയായും ജിജി തോംസൺ സെക്രട്ടറിയായും കേരളത്തിലെ നോർക്ക വിഭാഗം നോർക്ക എന്ന വകുപ്പ് സൃഷ്ടിച്ചത്. കാലക്രമേണ ആ വകുപ്പ് പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാത്ത രീതിയിൽ എത്തി. വകുപ്പ് മന്ത്രി ഇല്ലാതാവുകയും മുഖ്യമന്ത്രി തന്നെ വകുപ്പ് നേരിട്ട് കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലുമെത്തി. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ മുടങ്ങിയ സ്ഥിതിയുമുണ്ടായി. ക്ഷേമനിധിയിൽ നിന്നും അംഗങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് വർഷങ്ങൾ കാത്തിരിക്കേണ്ട സ്ഥിതി ഉണ്ടായിരിക്കുകയാണ്. ഒരു തവണ കുടിശ്ശിക മുടങ്ങിയാൽ പോലും അംഗത്വം റദ്ദാക്കുന്ന നടപടികളിലേക്ക് കടക്കുന്ന സ്ഥിതിയുമുണ്ട്. പുതിയതായി അധികാരത്തിലേൽക്കാൻ പോകുന്ന മന്ത്രിസഭ പ്രവാസികളുടെ കാര്യത്തിൽ ശക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ GMRA സംസ്ഥാന ജനറൽ സെക്രട്ടറി TA മുഹമ്മദ് അലി, ട്രഷററും കൊല്ലം ജില്ലാ സെക്രട്ടറിയുമായ ബാബീസ് വിജയൻ, വൈസ് പ്രസിഡന്റ് സാംസൺ നെറോണ, കൊല്ലം ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ശങ്കരമംഗലം എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ് ഓച്ചിറ.